ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു കേട്ടോ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നേരുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്നൊരു പുതുവർഷ ഇതായിട്ട് കിട്ടിയത് കണ്ടോ. ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്നത്തെ ഇതാണ്. ഇതെന്നെ പൊന്നോ, പിന്നെ ഇത് കൂടെ പറമ്പും കൂടെ കിട്ടിയതാട്ടോ. കുറേ നാൾ കൂടിയാട്ടോ ഈ പറമ്പും കൂടെ കിട്ടണത്. ഒത്തിരി നാളായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇതെന്നെ ചെയ്യണ്ടേ? മണ്ണ് കുളിക്കാം അല്ലേ? മണ്ണൊക്കെ കളയാട്ടോ. അപ്പൊ ഞങ്ങൾ ഈ മണ്ണൊക്കെ കളഞ്ഞ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തൊക്കെ ഉണ്ടോ. ഞാൻ ഈ കൂണൊക്കെ ഒന്ന് പൊളിച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ടേ. അപ്പൊ നമുക്ക് മഞ്ഞൾ ഒന്നിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഞാൻ കൂണൊക്കെ കഴുകിയെടുത്ത് ഒരു പാനിലാക്കിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കരുത് കേട്ടോ, ഇതിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പം നമുക്ക് വേവിച്ചെടുക്കാം. കൂണൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിനുള്ള അരപ്പ് ഞാൻ റെഡിയാക്കി എടുത്തേക്കും. അതേ തേങ്ങ, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 ആവശ്യത്തിന് മുളക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൈക്ക് തിരുമ്മി എടുക്കാം കേട്ടോ. അടുത്തൊരു പാൻ വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു, അതേ കടുക് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചേക്കണം അരപ്പ് ഇതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ അരപ്പിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച കൂൺ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പും കൂണും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി ഒന്ന് റെഡിയാവട്ടെ. ഫ്ലെയിം ഒന്ന് കുറച്ചിടണം കേട്ടോ. അപ്പം നമ്മുടെ ടേസ്റ്റി കൂൺ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ.